ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഏതൊരു സമയത്തും നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കണം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ ബാക്കപ്പ് ഓപ്ഷൻസ് ഇങ്ങനെ വെച്ചത് ഇതല്ലെങ്കിൽ അത് അതല്ലെങ്കിൽ ഇത് അങ്ങനെ ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് എന്നാണ് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. പരിശ്രമിക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കണം. യാതൊരു കാരണവശാലും ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. അതുപോലെ തന്നെ ക്ഷമയും കാണിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു അത് നടക്കുന്നതിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുക എന്ന പൂർണ്ണ ബോധ്യത്തോടെ വേണം നിങ്ങൾ പരിശ്രമിക്കാനായിട്ട്. അപ്പോൾ അതിന് തക്ക ക്ഷമ കാണിക്കണം. നല്ലോണം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതിൽ ഉറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം എന്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്തിലേക്ക് എത്താനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്നതിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതിനനുസരിച്ച് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചാലും ഈ ഒരു ക്ലാരിറ്റി അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കാലതാമസം ഉണ്ടാവും, അല്ലെങ്കിൽ അത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങളോട് പിന്നെ ഉറച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇതന്നെയാണോ വേണ്ടത് ചോദിച്ചാൽ അങ്ങനെയില്ല, അതില്ലെങ്കിൽ മറ്റേത്, അങ്ങനത്തെ ഒരു ഉറപ്പില്ലാത്ത നിപ്പാണ്. അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് നിൽക്കുന്ന കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ ഏതാണോ അതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനായിട്ട് പറ്റണം. അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊണ്ടുവരാനായിട്ടാണ് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനോട് പറയേണ്ടത്. ഓക്കെ.